നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്തു. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ സിദ്ധാന്തത്തിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സംഭാഷണത്തിൻ്റെ പ്രാധാന്യം, ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹജമാർഗത്തിൻ്റെ ആദി ഗുരുവാണ് ലാലാജി മഹാരാജ്. എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൽ സംഭാഷണം നടത്തുന്നത്, എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലേഖനം ലാലാജി മഹാരാജ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആദ്യം തന്നെ പറയുന്നത്, ദ സ്റ്റൈൽ ഓഫ് സ്പീച്ച് ഷുഡ് ബി ഡിവോയ്ഡ് ഓഫ് റൈസ് ആൻഡ് fall in pitch. On the contrary, it should be like the divine current flowing evenly since the beginning of creation. I had copied just that. Innumerable are its benefits beyond the possibility of narration. This is a philosophy that when the flow of conversation proceeds in conformity with reality, there develops a state of harmony between the two. Through that harmony, the divine way starts developing automatically. This results in effectiveness, as whatever is spoken goes on touching the hearts of others. In other words, a sort of relationship with the current of reality is established. When a relationship is created, effectiveness has to be there. If we copy it, only those words will flow during conversation that are intended and are right. നമ്മൾ വളരെ ഇൻഡെപ്ത് മനസ്സിലാക്കേണ്ട
കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നത് ആദ്യം നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ചേഞ്ച് യുവർ സെൽഫ്, ബി ദ ചേഞ്ച് യു വാണ്ട് ടു ബ്രിങ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ഹയ്യസ്റ്റ് വേർഷനായിട്ട് കണക്ട് ചെയ്യണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടെ നിന്നാണ് നമ്മുടെ ചിന്തകൾ ഫ്ലോ ചെയ്ത് വരുന്നത്. ആ ചിന്തകളാണ് വാക്കുകളാവുന്നത്. ആ വാക്കുകളിൽ നിന്നാണ് പ്രവൃത്തികൾ ഉത്ഭവിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭം ആ അബ്സല്യൂട്ടായിട്ടുള്ള ആ സോഴ്സിലുണ്ടായിട്ടുള്ള ചലനമാണ്, ക്ഷോഭമാണ് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ഒരു സ്റ്റെർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തോട്ടിൻ്റെ ഫ്ലോ ആയിട്ടാണ്, ചിന്തകളുടെ ഫ്ലോ ആയിട്ടാണ്. അപ്പോൾ ഈ ചിന്തകളുടെ ഫ്ലോൻ്റെ ഒറിജിൻ യഥാർത്ഥത്തിൽ ആ സ്രോതസ് തന്നെയാണ്. അതാണ് ലാലാജി മഹാരാജോട് പറയുന്നത്. ആ ഡിവൈൻ കറണ്ട് നമ്മളിലൂടെ ഒഴുകുന്നുണ്ട്, സർവ്വചരാചരങ്ങളിലും അത് ഒഴുകുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ദിവ്യമായിട്ട് ഗംഗോത്രി ചാന്തോക്യ ഉപനിഷത്തിൽ ശബ്ദ എന്ന് പറയും. അത് അതിൻ്റെ സ്ട്രീംസ്, അതിൻ്റെ പ്യൂർ സ്ട്രീംസ് സാമൻ എന്നുള്ള രൂപത്തിൽ എല്ലാ ക്രിയേഷനും ഉള്ളിലുണ്ട്. ഒരു ആറ്റത്തിൻ്റെ ഉള്ള ന്യൂക്ലിയസ്, അവിടെയാണ് അതിൻ്റെ പവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെയും ഹൃദയത്തിലാണ് ആ സോഴ്സ്. അപ്പോൾ സെൻറ്ററായിട്ട് എല്ലാത്തിനെയും നിലനിർത്തുന്ന, എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്ന ഫൗണ്ടേഷൻ, അതാണ് ആ സെൻറ്റർ. അവിടെ നിന്നുള്ള ഡിവൈൻ കറണ്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഡിവൈൻ കറണ്ടിൻ്റെ ഫ്ലോ ആണ് അവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. അവിടെ പിച്ചിലൊരു ഡിഫറൻസ് ഇല്ല. അതാണ് ലാലാജി മഹാരാജ് പറയുന്നത്. ഇറ്റ് ഈസ് ഷുഡ് ബി ഡിവോയ്ഡ് ഓഫ് റൈസ് ആൻഡ് ഫോൾ ഇൻ പിച്ച്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ ആ ഒരു സംഗീതാത്മകത വേണം. അല്ലാതെ ഉറക്കപ്പറയുക, തീരെ ക്ലിയർ അല്ലാതെ സംസാരിക്കുക, ഇത് രണ്ടും ശരിക്കും ആ ഡിവൈൻ കറണ്ടിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നു. നമ്മൾ നമ്മളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ശക്തി വയ്ക്കും, പവർ വയ്ക്കും. അതുപോലെ തന്നെ കോൺഫിഡൻ്റ് അല്ലാത്തപ്പോഴാണ് നമ്മൾ തീരെ ശബ്ദം കുറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ സംസാരിക്കണം തീർച്ചയായിട്ടും വേണ്ട സമയത്ത്, പക്ഷേ വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ സംഗീതത്തിൽ സ്വരം ശരിക്കും സ്വരസ്ഥാനം തെറ്റിപ്പാടിക്കഴിഞ്ഞ് കേൾക്കാൻ രസമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ ഹാർമണി പോകുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാവുന്ന നമുക്ക് കാണാം. സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിസ്ഹാർമണി വന്നു കഴിഞ്ഞു. എല്ലാവരും ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിവൈൻ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ ലാലാജി മഹാരാജോട് തുടർന്ന് പറയുന്നത് ഫ്ലോ ഓഫ് കോൺവെർസേഷൻ ഷുഡ് പ്രൊസീഡ് ഇൻ കൺഫോമിറ്റി വിത്ത് റിയാലിറ്റി. Then there develops a state of harmony between the two. അപ്പോൾ നമ്മൾ ആ തരത്തിൽ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ ഡിവൈൻ കറണ്ടിൻ്റെ ആ ഫ്ലോ വാക്കുകളിലൂടെ പ്രവഹിക്കുമ്പോൾ വാക്കുകളിലും ആ ഡിവൈൻ കറണ്ടും തമ്മിൽ ഹാർമണി ഉണ്ടാവും. നമ്മൾ പറയുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നതും ഒന്നാണ്. മീൻ വാട്ട് യു സേ വാട്ട് യു മീൻ. ഒരു സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ സെൻറ്റർ ചെയ്യണമെന്ന് പറയുന്നതുണ്ട്. ഒരു പോസ്, ഒരു സെൻറ്ററിങ്, അതിന് ശേഷം വേണം സംഭാഷണം തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈഗോ അവതരിപ്പിക്കേണ്ടതല്ല സംഭാഷണം. ഡിവൈനായിട്ടുള്ള കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ കോൺവെർസേഷൻ. അദ്ദേഹമാണ് ഈ വായയിലൂടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഫൈനൽ വേർഷൻ. അതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈഗോൻ്റെ മാനിഫെസ്റ്റേഷൻ അല്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഡിസ്ഹാർമണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡിവൈൻ കിങ്ഡമല്ല എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. വീണ്ടും ലാലാജി മഹാരാജ് ഇതേക്കുറിച്ചിട്ട് ഡെപ്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സെൻറ്റർ ചെയ്യണം. സഹജമാർഗത്തിൽ
ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ആ ഡിവിനിറ്റി കുടികൊള്ളുന്നത്. ഹൃദയത്തിൽ സെൻറ്റേർഡായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അപ്പോൾ ആ തുടക്കം നടത്തുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഡെപ്തിൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യും. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.